സർവശക്തനും പിതാവുമായ ദൈവത്തിനും നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായിക്കും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പും ഈ മഹാസംഗമത്തിൻ്റെ അധ്യക്ഷനുമായ അഭിവന്യ തോമസ് തറയിൽ പിതാവേ, നമ്മുടെ മുൻ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവേ, തക്കലയും മറിമാവട്ട തലൈവർ ജോർജ് രാജേന്ദ്രൻ ആയർ അവറുകളെ, അഭിവന്യ തോമസ് പാടിയത്ത് പിതാവേ, ശ്രീമതി ഡോക്ടർ എരേഹ മാത്യൂസ്, അഡ്വക്കേറ്റ് കെ.ഒ. പറക്കോട്ടിൽ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വന്യ വൈദിക സഹോദരന്മാരെ, സമർപ്പിതരായ സഹോദരന്മാരെ, സഹോദരികളെ, ആത്മായ സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ. എൻ്റെ സെക്രട്ടറി അച്ഛൻ ഇവിടെ ഒരു ഡയറി തുറന്നു വെച്ചതുകൊണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളെല്ലാവരും കൈയടിച്ച് തന്നെ പിതാവിൻ്റെ ആശയങ്ങളെ സ്വീകരിച്ചു, കൈയടിച്ച് തന്നെ പിതാവിൻ്റെ ആശയങ്ങളെ സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ കൈയടിച്ചത് നിങ്ങൾക്കെതിരായിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളാണ് പിതാവ് പറഞ്ഞത്. അത് വേണ്ടത്ര ബോധ്യപ്പെട്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും നമുക്ക് വളരെ വലിയ ഒരു സമുദ്ധാരണം നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അത് നാം ബോധപൂർവം ചിന്തിക്കണം. ഈ ലൂർദ് ഫൊറോന പള്ളി വൈദികരുടെ സംഗമങ്ങൾ നടത്താറുണ്ടായിരുന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ പ്രദേശത്തെ ഇടവകകളെല്ലാം സജീവമാകാൻ ഒരു കാരണമുണ്ടായത്. അതുകൊണ്ട് ഇന്ന് ഈ ഫൊറോനയിലെ ഇടവകകളിലുള്ള 20ഓളം ഇടവകകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടവകകളിലുള്ള വൈദികര് നല്ല കൂട്ടായ്മയോടുകൂടി അഭിമന്യ പിതാവ് ഇവിടെ പരാമർശിച്ചതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം ഈ ഇടവക സമൂഹങ്ങൾക്കെല്ലാം ലഭിക്കുന്നുമാണ്. എന്നാൽ അൽമായിരം കൂടിയുള്ള ഒരു സംഗമം, കൂട്ടായ്മ വർദ്ധിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ മഹാസംഗമത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിതാവ് പറയുകയും ചെയ്യൂ, ഓരോ വർഷവും ഇതുപോലുള്ള സംഗമങ്ങൾ നടത്തണമെന്ന്. നിങ്ങളിന്ന് കഷ്ടപ്പെട്ട് സെൻട്രൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ആ പദയാത്ര, റാലി ഇവിടം വരെ, ഈ സ്റ്റേഡിയം വരെ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറെങ്കിലും എടുത്ത് കാണും വന്നു. പക്ഷെ നിങ്ങൾ 2 മണിക്കൂറേ നടന്നുള്ളൂ. നിങ്ങളുടെ അഭിമന്യ മേലധ്യക്ഷൻ തറയിൽ പിതാവ് ഏകദേശം 3 ആഴ്ച മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ജൂബിലി സമാപനത്തിന്, ഇന്ന് മഹാജൂബിലിയുടെ സമാപനവും അതുപോലെ തന്നെ സഭയുടെ സമുദായ ശക്തീകരണത്തിൻ്റെ വർഷത്തിൻ്റെ ഉദ്ഘാടനവും രണ്ടും ഒന്നിച്ച് നടക്കുകയാണ്. അപ്പോൾ ജൂബിലിയുടെ സമാപനത്തോടനുബന്ധിച്ച് ഫൊറോനകളിൽ നിന്ന് ഉള്ള റാലി പാറയിൽ പള്ളിയിൽ അവസാനിക്കുന്ന രീതിയിൽ സംഘടിപ്പിച്ചിരുന്നു.
അപ്പോൾ കുട്ടനാടൻ ഫൊറോനകളെ നയിച്ചുകൊണ്ട് ചമ്പക്കുളത്ത് നിന്ന് പാറേപ്പള്ളി വരെ 6 മണിക്കൂർ നടന്ന് അഭിമന്യ തോമസ് തറയിൽ മെത്രാപ്പൊലീത്ത പാറേപ്പള്ളിയിൽ. അപ്പോൾ ഇന്ന് നടന്നതിൻ്റെ നിങ്ങളുടെ വിഷമം പകുതിയെങ്കിലും മാറിയെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ നടപ്പ് ഒരു നല്ല നടപ്പായി തീരണമെന്ന് വരികിൽ ഈ സംഗമത്തിൻ്റെ ലക്ഷ്യമനുസരിച്ച് നമുക്ക് സംഘടിക്കുവാൻ, സാമുദായിക ശക്തീകരണം നടത്തുവാൻ സാധിക്കേണ്ടിയിരിക്കും. എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, സാമുദായിക ശക്തീകരണം അത് മനുഷ്യ സമൂഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരാവശ്യമാണ്. മനുഷ്യ സമൂഹം എവിടെയും ഏത് രാജ്യത്തും രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് സമുദായങ്ങളുടെ ശക്തീകരണത്തിലൂടെയാണ്. ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരു ജനത്തെ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി 12 ഗോത്രങ്ങളെയാണ് കർത്താവ് ആദ്യം രൂപപ്പെടുത്തിയത്. ആ 12 ഗോത്രങ്ങളുടെ സമുച്ചയമായിരുന്നു ദൈവം ഉടമ്പടി ചെയ്ത ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലാണ് 12 ശ്ലീഹന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത്. ചരിത്രത്തിൽ വേരൂന്നി നിൽക്കുന്ന ഒരു വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൈവം സമുദായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. മറ്റൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ഭാരതം എത്രയോ സമുദായങ്ങളുടെ ഒരു സമുച്ചയമാണ്. ഇവിടെ വളർന്ന് വികസിച്ച സമുദായങ്ങളുണ്ട്, ഗോത്രങ്ങളുണ്ട്. 100-ലധികം ഗോത്രങ്ങൾ ഈ ഭാരതത്തിലുണ്ട്. ഓരോ ഗോത്രവും ഓരോ സമുദായവും അതിൻ്റെ തനിമ പാലിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതിന് നമ്മുടെ ചുറ്റും നാം ഒന്ന് നോക്കിയാൽ മതി, അത് തെളിയും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാമുദായിക ശക്തീകരണം അത് വർഗീയതയാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. ഒരുപക്ഷെ ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോഴും ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നവർ ഇവിടെ ഉള്ളവരുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ വരാതെ നിൽക്കുന്നവരുണ്ടാകാം. ഞാൻ വെറുതെ സാധ്യത പറഞ്ഞെന്നേ ഉള്ളൂ, വിമർശനമായിട്ട് പറയുന്നതുമല്ല. അപ്പോഴങ്ങനെയുള്ളവർക്കെല്ലാം ഈ സമുദായ ശക്തീകരണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മുടെ പ്രവർത്തനത്തിലൂടെ സാധിക്കണം. അതാണ് ഈ മഹാസംഗമത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യം. നമ്മുടെ ഗോത്രങ്ങളെല്ലാം ഭാരതത്തിൽ അതിൻ്റെ തനിമ കാത്തുകൊണ്ട് അവരുടെ സാംസ്കാരികമായിട്ടുള്ള സമ്പത്ത് മറ്റ് ഗോത്രങ്ങളായിട്ടും സമുദായങ്ങളുമായിട്ടും പങ്കുവയ്ക്കുന്നു, ഭാരതീയരായിട്ട് തുടരുകയും ചെയ്യുന്നു. സമുദായം എന്നുള്ള നിലയിൽ ഒരു സഹോദര സമൂഹമാണല്ലോ നമ്മുടെ NSS. മന്നം ജയന്തി ആഘോഷിച്ചിരിക്കുന്ന സന്ദർഭമാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ ആ സമുദായത്തിന് കൊടുത്ത ശക്തീകരണം എത്രമാത്രം ഈ കേരളത്തിൻ്റെയും ആ സമുദായത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെയും പുരോഗതിക്ക് വളർച്ച വരുത്തി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുപോലെയുള്ള സമുദായ ശക്തീകരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ താമസിച്ചു പോയി. ഒരു കാലത്ത് നമ്മുടെ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഈ ഭാരതത്തിൽ അനിഷേധ്യമായ ഒരു അംഗീകാരവും ഒരു പ്രഥമ സ്ഥാനവും ഉണ്ടായിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, കാരുണ്യ ഭവനങ്ങളെല്ലാം സ്ഥാപിച്ച് ഇതര സമുദായങ്ങളെയും ശക്തിപ്പെടുത്തി ഭാരതത്തെ ഒരു രാജ്യമായി കണ്ട് ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും പിന്നീട് സ്വതന്ത്ര ഭാരതത്തിൽ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തെ വളർച്ചയിലെത്തിക്കുകയും ചെയ്ത ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം. അതിലെ ഒരു ശക്തമായ വിഭാഗമാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ. ഈ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ ഏറ്റവും വലിയ സമൂഹമാണ് സിറോ മലബാർ കത്തോലിക്ക സമൂഹം. അവരിങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്നാണ് ചിന്തിക്കേണ്ടത്. നാം നമ്മുടെ സകലവിധ പിതാവ് സൂചിപ്പിച്ചതായിട്ടുള്ള സകലവിധ പ്രവർത്തനങ്ങളും ശക്തമായി തുടരുകയും നമ്മുടെ മക്കളിൽ നമ്മൾ നിക്ഷേപിക്കണം. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ യുവർ ചിൽഡ്രൻ യു ക്യാൻ ഹാർവെസ്റ്റ് ഇൻ ദെയർ ചിൽഡ്രൻ. അങ്ങനെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ശക്തി നമുക്കുണ്ടാകണം.
നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, മാർത്തോമാ ക്രിസ്ത്യാനികളെക്കുറിച്ച്, നമ്മുടെ സഭയുടെ ആരാധനക്രമത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട പ്ലാസിഡ് പൊടിപ്പാറയച്ചൻ പറഞ്ഞിട്ടുണ്ട്, സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ആർ ഹിന്ദു ഇൻ കൾച്ചർ, കാത്തലിക് ഇൻ ഫെയ്ത്ത് ആൻഡ് ഓറിയന്റൽ ഇൻ വർഷിപ്പ്. ആരാധനയെക്കുറിച്ച് അഭിമന്യ പിതാവ് സ്പർശിച്ചു. ആരാധനയാണ് പ്രിയമുള്ളവരെ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൻ്റെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. തീർച്ചയായിട്ടും ഞാൻ എല്ലാ രൂപതകളിലും പോകുന്ന ഒരു ആളായതുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വരുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ആ സവിശേഷത ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വളരെയേറെ സജീവവും താരതമ്യേന വളരെയേറെ ആധ്യാത്മികവുമായിട്ടുള്ള അനുഭവത്തോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നേതൃത്വം കൊടുത്ത അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവിനെയും ജോസഫ് പെരുന്തോട്ടം പിതാവിനെയും ഇപ്പോഴത്തെ തോമസ് തറയിൽ പിതാവിനെയും എല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഒരു വൈദിക കൂട്ടായ്മ അതെല്ലാം ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യവുമുണ്ട്. പക്ഷെ അത് നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ മക്കള് വിദേശത്തേക്ക് കുടിയേറുന്നതാണെന്നും പിതാവ് സ്പർശിച്ച് സംസാരിച്ചു. മക്കൾ പോകുന്നു, അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയായിരിക്കാം, ഇനി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കുടിയേറുകയായിരിക്കാം ചില രാജ്യങ്ങളിലേക്ക്. എവിടെ നമ്മുടെ ജനം പോയാലും നമ്മുടെ ജനത്തോടുള്ള ഒരു ബന്ധം, ആധ്യാത്മികമായ സൗഹൃദം, സാമുദായികമായിട്ടുള്ള ഒരു ഐക്യം നമ്മൾ നിലനിർത്തണം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇൻ്റർനെറ്റ് യുഗത്തിൽ വളരെ സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം അതിനെക്കുറിച്ച് ദുഃഖിക്കാതെ, നമ്മുടെ ഭാരതീയരാണെന്നും ഈ ഭാരതത്തിൻ്റെ സംസ്കാരം നമ്മുടെ സംസ്കാരമാണെന്നും ഇവിടുത്തെ ഈ ജനതയോട് ചേർന്ന് നാം നമ്മുടെ കത്തോലിക്ക വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുവെന്നും, അതേസമയം പൗരസ്ത്യ ആരാധനക്രമത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള പൈതൃകം നമ്മുടെ വിശുദ്ധ കുർബാനയിലൂടെയും ഇതര കൂദാശകളിലൂടെയും യാമപ്രാർത്ഥനകളിലൂടെയും ഒക്കെ നാം തുടരുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് വിശ്വാസ പരിശീലനത്തിൽ നമ്മുടെ കുട്ടികളെ കുടുംബത്തിലും സ്കൂളിലും സൺഡേ സ്കൂളിൽ പ്രത്യേകിച്ചും ഇടവകകളിലും പരിശീലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രഥമത മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം സഭ ഏറ്റെടുത്തുകൊണ്ട് പല വേദികളിലായി നിർവഹിക്കുന്നുവെന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അവബോധമുള്ളവരായി തീരാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ സമൂഹം നമുക്കെതിരായിട്ട് വരുന്ന ശക്തികളോട് പ്രതികരിക്കുന്നത് വളരെയേറെ സമാധാനപരമായും ക്രിസ്തീയമായ സ്നേഹം പുലർത്തിക്കൊണ്ടുമാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹം ദുർബലമാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് അക്രമാസക്തമായ രീതിയിൽ പ്രതികരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മളെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഭാരതത്തിലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പിതാവ് സൂചിപ്പിച്ചതുപോലെ നാം ഒറ്റ സ്വരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ആത്മായ സഹോദരി സഹോദരന്മാർ കുടഞ്ഞെഴുന്നേറ്റ് മേലധ്യക്ഷന്മാരോടും വൈദികരോടും മറ്റാത്മായ നേതാക്കന്മാരോടും ഒപ്പം പ്രവർത്തിക്കുവാൻ സാധിക്കണം. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് നമ്മുടെ ഒരു പ്രജാ അസംബ്ലിയുടെ അംഗമായിരുന്ന ചങ്ങനാശ്ശേരിയുടെ ഒരു MLA ശ്രീ PJ സെബാസ്റ്റ്യൻ സാർ വലിയ ഒരു ക്രൈസ്തവ സമൂഹത്തെ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്ത പള്ളിയുടെ അങ്കണത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഇതാണ്: എൻ്റെ ജനമേ എന്ന്. മറ്റൊരു വിശേഷണവും അദ്ദേഹം കൊടുത്തില്ല. എൻ്റെ ജനമേ എന്ന്. ഒരു അൽമായ പ്രമുഖനായ രാഷ്ട്രീയ പ്രവർത്തകൻ, ഭരണാധികാരി അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചങ്ങനാശ്ശേരി പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ വിളിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ പറയാൻ സാധിക്കണം: എൻ്റെ ജനമേ, എൻ്റെ സമുദായമേ എന്ന് പറയുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. നാം നമ്മെ തന്നെ സ്വന്തമാക്കിയില്ലെങ്കിൽ മറ്റുള്ളവരെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. ഇതിൽ വംശീയതയോ വർഗീയതയോ ഒന്നുമില്ല. നമുക്ക് ശക്തിയില്ലാതെ മറ്റുള്ളവരെ ശക്തീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം നമ്മുടേതായ ശക്തി
നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാമുദായികമായിട്ടുള്ള ബലം പുലർത്തിക്കൊണ്ട് മറ്റുള്ളവരെയും ഉയർത്തുവാൻ ശ്രമിക്കണം. ഒരു കാലത്തും നാം ഇതര സമുദായങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ആദര ശുശ്രൂഷ വേദികളിൽ, ഇപ്പോഴും നോക്കുക, നമ്മുടെ ആശുപത്രികളിലൊക്കെ എത്രയോ വലിയ വലിയ ആശുപത്രികളിലുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഏറ്റവും വലിയ ആശുപത്രിയാണല്ലോ സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. വേറെ എത്രയോ ആശുപത്രികൾ അവിടെയും ഇവിടെയും ആയിട്ടൊക്കെ ഉണ്ട്. അവിടെയെല്ലാം ക്രൈസ്തവർക്ക് മാത്രമല്ല, കത്തോലിക്കർക്ക് മാത്രമല്ല, പിന്നെയോ മനുഷ്യ മക്കൾക്ക് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മളുള്ളത്. കർത്താവായ ഈശോ മിശിഹാ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നോട് ഒരിക്കലൊരു ഹൈന്ദവ സഹോദരൻ ട്രെയിനിൽ വെച്ച് ചോദിച്ചു, ഞാൻ തക്കരയുടെ ആയരാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും ഒക്കെ ആശുപത്രികൾ നടത്തുന്നത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതൃക ഞങ്ങൾ എടുക്കുന്നതാണ്, അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് എന്ന്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് കർത്താവ് രോഗികളുടെ മേൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ പരസ്യ ജീവിതകാലത്ത് കൂടുതൽ സമയവും രോഗികളെ സുഖപ്പെടുത്താനായിട്ടാണ് ചെലവഴിച്ചത്. അതിൻ്റെ കാരണത്താൽ ഭക്ഷണം കഴിക്കാൻ പോലും കർത്താവിനും ശിഷ്യന്മാർക്കും സാധിച്ചിട്ടില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തുടരാതിരിക്കാൻ നിർവാഹമില്ല എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, മലയാളിയായിട്ടുള്ള ഒരു സഹോദരനായിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഇത് നിങ്ങളുടെ ആളുകൾക്ക് പോലും അറിയാവോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ മറ്റേത് ലക്ഷ്യങ്ങളോടെ നിങ്ങളുടെ സാമുദായിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ പറഞ്ഞു, അല്ല, ഏതായാലും ഈ വിശദീകരണം തന്നതിന് നന്ദിയെന്നും പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതര സമുദായങ്ങളെയും സമൂഹത്തെയും രാജ്യത്തെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടേതായ സാമുദായിക ശക്തി വർദ്ധിപ്പിക്കുവാൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ദീർഘമായിട്ട് പറയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ദീർഘിച്ചു പോയി എന്ന് വരികിൽ ക്ഷമിക്കുക. ഏതായാലും ഈ മഹാസംഗമം വലിയൊരു തുടക്കമായി തീരും. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ലൂർദ് മാതാ ഫൊറോന പള്ളിക്ക് തക്കല രൂപതയോടുള്ള ബന്ധം. ഞാൻ അവിടുത്തെ ബിഷപ്പായിട്ട് പോയ സന്ദർഭത്തിൽ അന്നിവിടെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് കുറിഞ്ഞിപ്പറമ്പിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവ് ദുഃഖിക്കേണ്ട, ഞങ്ങൾ ലൂർദ് ഫൊറോന പള്ളി പിതാവിൻ്റെ ഒരു മിഷനെ ദത്തെടുക്കുകയാണ്. അങ്ങനെ അവർ അണ്ണിക്കര മിഷൻ കേന്ദ്രം ദത്തെടുത്ത് എല്ലാ വർഷവും പ്രതിനിധികളുമായിട്ട് അച്ഛൻ വന്ന് ഒരു സാമ്പത്തിക സഹായം നൽകിയിട്ട് പോകുന്ന പതിവുണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെയുള്ള ഒരു എൻജിനീയർ, ശ്രീ ലൂക്ക എൻജിനീയർ, ഞാൻ അന്നത്തെ കാലത്ത് നേതൃത്വം കൊടുത്ത് പണിയിച്ച എല്ലാ പള്ളികളുടെയും എൻജിനീയറിങ് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അതുകൊണ്ട് ലൂർദ് ഇടവകയിലെ യുവജനം വളരെയേറെ മറ്റുള്ളവരെ ശക്തീകരിക്കുന്നതിൽ താല്പര്യമുള്ളവരാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ കൊണ്ടുവരികയും നിങ്ങൾക്ക് എൻ്റെയും രാജേന്ദ്രൻ പിതാവിൻ്റെയും പേരിൽ നന്ദി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും ഓടി വരുന്നത്. ഇനിയും അതുപോലുള്ള നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്നും എനിക്കറിയാം. അപ്പോൾ ഇത് അവിടെ നമ്മുടെ സഭ വളരുന്നത് തമിഴ്നാട്ടിലെ സംസ്കാരം സ്വന്തമാക്കിക്കൊണ്ടും അതേസമയം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ എല്ലാ തന്മയും പാലിച്ചുകൊണ്ടുമാണ്. അവിടുത്തെ വിശുദ്ധ കുർബാന അതിമനോഹരമായ രീതിയിൽ അഭിമന്യ പിതാവ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്നുണ്ട്. കൈശ്രീബ എടുത്ത് എപ്പോഴും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോഴങ്ങനെയൊക്കെയുള്ള ആ ഒരു പാരമ്പര്യം നമുക്ക് തുടരാൻ സാധിക്കണം. ഒരിക്കൽ ഞാൻ തക്കലയിലെ ബിഷപ്പായിരുന്ന സമയത്ത് ഞായറാഴ്ച ദിവസം ബിഷപ്സ് ഹൗസിനടുത്തുള്ള 25 വീട്ടുകാർ പെട്ടെന്ന് ഒരു വർഷം കൊണ്ടുണ്ടായ ഒരു സമൂഹമാണ്. പലരും ഞാൻ സ്നാനമൊക്കെ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന തമിഴ് ഭാഷയിൽ നിർവഹിച്ചു. അപ്പോഴുണ്ട് കേരളത്തിൽ നിന്ന് ഒരു കൂട്ടർ കന്യാകുമാരി കാണാൻ വന്നവരെ അവിടെ കയറി എൻ്റെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, നമ്മുടെ കുർബാന തമിഴ് ഭാഷയിലാണല്ലോ കൂടുതൽ നല്ലത് എന്ന്. ബോധ്യപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചു. ബോധ്യപ്പെട്ടു പിതാവേ. അതുപോലെയാണ് തമിഴ് ഭാഷയിൽ രാജേന്ദ്രൻ പിതാവായപ്പം നാട്ടുകാരനാണ്, ഭാഷ നന്നായിട്ടറിയാം, നന്നായിട്ട് പാടും, പിന്നെ ഓടി നടന്ന് പ്രവർത്തിക്കും. അങ്ങനെയുള്ള
വൈദികര്, അവർ പലരും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ളവരാണ്. എല്ലാവരും ചേർന്ന് ആ രൂപത വളർന്നു വരികയാണ്. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു, പിതാവേ തമിഴിലെ ഒരു ആശീർവാദം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. അത് ഇപ്രകാരമായിരുന്നു: നമ്മ ആണ്ടവരാകിയ ஈசமிசியாவினருளும் தந்தையாகிய கடவுளின் அன்பும் தூய ஆவியின் நட்புறவும் உங்களோடு இருப்பதாக. അപ്പോൾ അതിലെ ഒരു പുകലം പറയാം, ഇത് 20 തന്നെയാണ്, 20 എന്ന് പറഞ്ഞപ്പോൾ ഇത് 20 തന്നെയാണ്. അപ്പോൾ അങ്ങനെ വളരെ രൂപതകളിൽ പ്രഥമ സ്ഥാനം തക്കളിക്ക് തന്നെയാണ്. രണ്ടാമത്തത് അതിരവാദിനാണെന്ന് തോന്നുന്നു. മറ്റുള്ള രൂപതകളൊക്കെ ബോംബെ, ഡൽഹി, ഇതൊക്കെ കുടിയേറി പാർത്ത പഴയ നസ്രാണി കത്തോലിക്കരുടേതാണ്. അതേ പുതിയവരെയും നമ്മൾ പഴയ നസ്രാണികളുടെ സംസ്കാരത്തോട് ചേർത്ത് അവരവരുടെ രാജ്യങ്ങളുടേതായിട്ടുള്ള ആ താതാത്മ്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് സ്തുതി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതുവത്സര മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവമേ സ്തുതി.